നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. 2 ടീസ്പൂൺ ആർക്കേച്ചിയും നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം ജീരകവുമാണ്, വലിയ ജീരകം. അത് വാടി വരുമ്പോഴാണ് ഉള്ളി ഇടേണ്ടത്. കണ്ടോ, ഈ ഉള്ളി ഞങ്ങളെ പറ്റിച്ചിട്ടോ, ഇങ്ങനെയല്ല വേണ്ടത്, വേണ്ടത്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ആയി വിചാരിച്ചു, പക്ഷെ ആയിട്ടില്ല. കാരണം ഇതിൽ ഉള്ളി ഇങ്ങനെ കാണേ പാടില്ല. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പാടിടണം. പിന്നെ നമ്മുടെ വലിയ ഉണ്ടമുളകില്ല, പച്ചമുളക്, അത് വാണിട്ട്. പിന്നെ നമ്മുടെ നല്ല ചൊക്കോന്ന് തക്കാളി 3 എടുത്തിട്ട് നന്നായിട്ട് അരക്കും. അതും നന്നായി വൈൻഡ് ഇങ്ങനത്തെ കോലത്തിൽ കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ നാരങ്ങ നീരും മജ്ബൂസിൻ്റെ മസാലയും നന്നായി ഇളക്കുക. ഓരോ നല്ലപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടെ ഇട്ടിട്ടോ. ചോയന് കുറച്ച് കുരുമുളക് പൊടിയും വെള്ളം അധികം ഇട്ടിക്കണേ. അങ്ങോട്ട് നമ്മൾ ചിക്കൻ ഇട്ടിക്കണം. ചിക്കന് വെള്ള കളറാവണം വരെ ഇളക്കണം. എന്നിട്ട് പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. തോലുള്ള ചിക്കൻ ഇട്ടത്തിലേക്ക് ഏറ്റവും മേടിക്കണതിൻ്റെ മുന്നേ പറയാൻ വിചാരിച്ചു. പിന്നെ തീരുമാനിച്ചത് നമുക്ക് കെച്ചപ്പ് വേണം കേട്ടോ. കെച്ചപ്പ് ഇവിടുത്തെ ടൊമാറ്റോ സോസ്. അപ്പോൾ ഞാൻ എന്നിട്ട് അതിൻ്റെ അടി മുറിച്ചിക്കണം, ഉള്ളത് വരണ്ടിയിടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളക്കളതാണ് ഈ വെള്ളമൊക്കെ. പിന്നെ നമ്മൾ ഇത്തിരി കുറച്ച് മുളക് പൊടിയും ചിക്കൻ മഞ്ഞൾപ്പൊടിയും കുത്ത അങ്ങനെ ചെയ്തെടുത്തിക്കണേ. നമ്മൾ ഇറക്കിണ്ടെങ്കിൽ നല്ല സുഖമാണ്. വെള്ളമില്ലാണ്ട് എടുക്കണം. പിന്നെ നമ്മൾ ആ വെള്ളം നമ്മൾ അരിക്കനുസരിച്ചിട്ട് അളവിനെടുക്കണേ. ചിക്കൻ പിന്നെ എയർ ഫ്രൈയിൽ ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഓരോന്നിട്ട് ഇങ്ങനെ അടുക്കി വെക്കണേ. ഈ കുന്തം മേടിച്ചോളിട്ടത് നല്ല മട്ടാണ് എല്ലാത്തിനും ഇറക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നീരില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പരത്തി കൊടുത്തും കൊണ്ട് നമ്മൾ കാട്ടുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അല്ലാണ്ട് ഇന്റർവെല്ലിൽ 15 മിനിറ്റാണ്. ഇവിടെ അരി ഇടാണ്. അരി ഇട്ടിട്ടുണ്ട്. അതിൽ അളവ് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്കാണ്. അപ്പോഴേക്കും ഇവിടെ നമ്മളെ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ ഇവിടെ റെഡി ആക്കണം. നമ്മൾ ചോറ് എത്ര ആക്കിയിട്ടും എന്തിന്നിലിട്ടത് നല്ല വേവുള്ള അരി. ഇങ്ങനെ വെള്ളം വേവിനനുസരിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുന്നിട്ട് തോനമാക്കുന്നത് കുറച്ച് കൊയ്മ്പി കൊണ്ടാണ് ചോറ് ഉണങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾ മേടിക്കുന്ന അരി എങ്ങനെ ചെയ്യുന്നതനുസരിച്ചിട്ട് സ്വഭാവത്തിന് ചോറ് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ മേലെ മല്ലിച്ചപ്പും പുതിനയും പെതറി കൊടുത്തു. അരി വന്നേക്ക് ഞാൻ അതിന് സൈഡിൽ പിടിച്ചായി മടൂട്ടിയ മാതിരി ഒരു മട ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം ചിക്കൻ ഇട്ടിട്ട് പൂത്തി വെച്ചിട്ടാണ്. ഫ്ലേവറും മണക്കെ എല്ലായ്മയും പിടിച്ചോട്ടേ വെച്ചിട്ട് എന്നിട്ട് എല്ലാം ഞാൻ പൊത്തി മൂട്ടി അടച്ചിട്ട് അമ്പി വെച്ചൊക്കെയാണ്. ഇപ്രാവശ്യം ഞാൻ വളമ്പണം എടുത്തേക്കണം, പക്ഷെ തിന്നണം എടുക്കാൻ ഇപ്രാവശ്യം ഞാൻ മറന്നിക്കണം കേട്ടോ. എനിക്കെന്താണെന്നാ നേരത്തൊക്കെ എടുക്കാൻ മറക്കണം. ഞാൻ എൻ്റെ വ്ളോഗറാന്നുള്ള കാര്യം ഞാൻ അപ്പം മറക്കണതാണ്. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി, ബൈ. ഞങ്ങൾ തിന്നട്ടെ.